ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് കിച്ചൺ ടൂറാണ് കേട്ടോ. അപ്പോൾ കിച്ചൺ ടൂർ കാണിക്കുന്നതിനേക്കാൾ മുന്നേ, അല്ലെങ്കിൽ നമ്മുടെ അടുക്കള ഒന്ന് കാണിക്കുന്നതിനേക്കാളും മുന്നേ എനിക്ക് തോന്നി ഞാൻ എന്തുകൊണ്ട് ഈ അടുക്കള ഇങ്ങനെ സെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയായിരിക്കും നല്ലതെന്ന്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിൽ ഒരു സൈഡാണ് നമ്മൾ അടുക്കളയായിട്ട് സെറ്റ് ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ എനിക്ക് നിർബന്ധമായിരുന്നു അടുക്കള ഫ്രണ്ടിൽ വേണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ തന്നെ കാണണമല്ലോ. നമ്മൾ അടുക്കളയിൽ എവിടെയോ ഒരു മൂലയിൽ നിന്ന് ഓടി വന്നിട്ട് ഇങ്ങോട്ട് എത്തുന്ന കാര്യത്തിനോട് എനിക്ക് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്തായാലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അടുക്കള ഫ്രണ്ടിൽ തന്നെ വേണമെന്ന്. അങ്ങനെയാണ് നമ്മൾ ഈ അടുക്കള തന്നെ ഫ്രണ്ടിൽ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കളയുടെ ഫ്രണ്ട് ഡോർ കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെയാണ് നമുക്ക് ഫ്രണ്ടിലേക്ക് കയറാൻ പറ്റുക. നമ്മുടെ ഫ്രണ്ട് ഡോറും ഈ പറഞ്ഞ പോലെ 4 പാളിയാണ് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ 4 പാളി ഡോറാണ് നമുക്കുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ അടച്ച് താഴെ ഇടാം. ഇനിയിപ്പോൾ ഇവിടെ മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ അടച്ചിടാം. അപ്പോൾ ഈ ഡോറ് നമുക്ക് തുറന്നിടാം. ഇതൊക്കെയാണ് ഈ 4 പാളി വേണമെന്ന് തീരുമാനിക്കാനുള്ള മെയിൻ കാരണം. ഇത് നമ്മളായിട്ട് തുടങ്ങി വെച്ചതൊന്നുമല്ല, ഇത് കാലാകാലങ്ങൾക്ക് മുന്നേ നമ്മുടെ കാരണവന്മാർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 4 പാളി കണ്ടുല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 4 പാളി. നമ്മൾ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നത് ഇതിൽ കൂടെ ആയിരിക്കും. ഇവിടെ നിന്ന് തുടങ്ങണം. എങ്ങനെ തുടങ്ങണം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ധാരണയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഈ സീറ്റിങ്ങിന് തുടങ്ങിയാലോ. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അടുക്കളയിൽ ആരെങ്കിലുമൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളെ കൂടെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും, നമ്മൾ അവിടെ ഇരുന്ന് പണിയെടുത്തുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. ഗസ്റ്റൊക്കെ വന്നാൽ അവർ ലിവിങ്ങിലിരിക്കും, നമ്മളിവിടെ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. പിന്നെ അത് മാത്രമല്ല, അപ്പോൾ അതിൽ ലേഡീസ് ഉണ്ടെങ്കിലും അവരിവിടെ വന്ന് നിന്ന് വർത്താനം പറയണം നമ്മുടെ അടുത്ത്. അവർക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ വീട്ടിലെ അവസ്ഥ എന്ന് വെച്ചാൽ ഏത് ഗസ്റ്റ് വന്നാലും വർത്താനം പറഞ്ഞ് ഫുൾ ടൈം അവരോട് ഉണ്ടാവും. എനിക്ക് ചായ ഉണ്ടാക്കാം, വെള്ളം കലക്കാം, അതൊന്നും ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമ്മുടെ ചങ്ക്സ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വന്നാലും, ഇപ്പോൾ നമ്മുടെ കണ്ണപ്പൻ്റെ ഒക്കെ പോലെ അല്ലെങ്കിൽ അശ്വതീച്ചിരെ പോലെ ജിഷുട്ടീരെ പോലെയൊക്കെ ആരെങ്കിലും വന്നാൽ ഇവരിവിടെ നിരന്നിരുന്നോളും. അവർ ഗസ്റ്റ് അല്ലല്ലോ നമ്മുടെ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അവിടെ നിന്ന് പണിയെടുക്കാം, അവരിവിടെ ഇരുന്ന് വർത്താനവും പറയും. അത് ഭയങ്കര സൂപ്പർ ഒരു കാര്യമായിട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള അത്യാവശ്യം നല്ലൊരു സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. ഒരു കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ, ഒരു 600 സ്ക്വയർ ഫീറ്റൊക്കെ നമ്മുടെ അടുക്കള വരുന്നുണ്ട് തോന്നുന്നു. ഇനി അത് കൂടുതലാണാവോ അറിയില്ല. എന്തായാലും നമ്മുടെ അടുക്കള ഒരു 500 സ്ക്വയർ ഫീറ്റ് എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഈ 500 സ്ക്വയർ ഫീറ്റ് അടുക്കള വെച്ചപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ദൈവം ഇത് ഇതിന് ഇത്ര വലിയ അടുക്കള എന്ന്. പക്ഷെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് അടുക്കള ചെറുതായേക്കാം. എനിക്കിത് നല്ലൊരു കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഈ ഫാൻ ഈ പറഞ്ഞ പോലെ കുറേ പേർക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫാൻ ഇട്ടിട്ട് ഇരിക്കാം. ഈ ഫാൻ 360 ഡിഗ്രിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അങ്ങനെയാണ് കേട്ടോ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് വരും മൈക്കിൽ, അതുകൊണ്ട് ഞാൻ ഓൺ ചെയ്യാത്ത. ഇവിടെ ഇരിക്കുമ്പോൾ തലമുട്ടോ, ഒരു 6 അടിക്കാരനൊക്കെ ഇരുന്ന തലമുട്ടോ. അപ്പോൾ ഒരു 6 അടി വരെയും തലമുട്ടാത്ത രീതിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മേലെ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഇപ്പുറത്തോ അപ്പുറത്തോ ഇരിക്കേണ്ടി വരും. ഇവിടെ 2 ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ തലമുട്ട. ഒരു കാരണവശാലും തലമുട്ടില്ല. കാരണം വെച്ചാൽ ആരും ഇങ്ങനെ എണീക്കില്ല, എല്ലാവരും ഇങ്ങനെ എണീറ്റ് പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് തലമുട്ടില്ല. കാരണം നമ്മുടെ കണ്ണപ്പനാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും വരുന്നതിൽ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ആൾ. മൂപ്പരാശാന് പോലും തലമുട്ടില്ല. എന്നാലും ആൾക്ക് പേടിയായിരുന്നു ആദ്യം ഇരിക്കാനായിട്ട്. അപ്പോൾ ഒരു സിസ്റ്റമാണ്. കാരണം നമ്മൾ ആരും ഇങ്ങനെ എണീക്കില്ല, ഇങ്ങനെ എണീക്കുള്ളൂ എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫാൻ ഇട്ടിട്ട് സുഖമായിട്ടിരിക്കാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാറ്റ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ 360 ഡിഗ്രി ആയതുകൊണ്ട് കേട്ടോ. ഇതിലെന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നറിയില്ല. ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ചേർന്നിട്ട് ചെയ്തേക്കണ കാര്യങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യം, അതിനാണ് ഞങ്ങൾ പ്രയോറിറ്റി കൊടുത്തേക്കണത്. വേറൊരു കാര്യം ഇപ്പം തന്നെ പറയാം കേട്ടോ. 28 വയസ്സ് വരെ ഞാൻ ചായ മാത്രം കുടിച്ചിരുന്ന ഒരാളാണ്. വല്ലപ്പോഴും മാത്രമേ കാപ്പി കുടിച്ചിരുന്നുള്ളൂ. പക്ഷേ 28 വയസ്സിന് ശേഷം ഞാൻ എപ്പോഴും കാപ്പിയെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ചായ ഇപ്പോൾ കുടിക്കാറില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറും. ഇപ്പോൾ എൻ്റെ ഇഷ്ടം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണേ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും മാറുമ്പോൾ അതിനനുസരിച്ച് എല്ലാം മാറും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. നമ്മളെപ്പോലെ തന്നെ ചെയ്യണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല കേട്ടോ. ഇത് സൂപ്പറാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നിന്ന് കിട്ടിയെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിന്. കാരണം ഞങ്ങൾ 2 പേരും ഒരേപോലെ സംസാരിച്ച്, അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് എനിക്ക് കംഫർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തീരുമാനിച്ച് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അടുക്കള നീയാണല്ലോ ഉപയോഗിക്കുക, അപ്പോൾ നിന്റെ കംഫർട്ട് അതാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 100% സാറ്റിസ്ഫൈ ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 90% ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സീറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഫാനും സെറ്റായി കിട്ടിയിട്ടോ നമുക്ക്. അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഫാൻ നോക്കണ്ട. ഫാൻ കാണുന്നുണ്ടോ വീഡിയോയിൽ എനിക്കറിയില്ല. ഫാൻ നോക്കണ്ട കേട്ടോ. ഫാൻ അങ്ങനെയൊന്നുമില്ല. മൂപ്പര് എല്ലാ സ്ഥലത്തേക്കും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്.
വരാന്തയിലേക്ക് സഞ്ചരിക്കും. നമ്മൾ എവിടെയൊക്കെ പോകണോ അവിടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ഈ സ്റ്റാൻഡുകളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അടുക്കളയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചേക്കണേന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുട്ടികളുടെ പുസ്തകങ്ങളാണ്. അപ്പോൾ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. പുസ്തകങ്ങൾ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ അലങ്കോലമായിട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ പുസ്തകങ്ങൾ ഞാനിവിടെ വെക്കും. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ GAയിൽ ചെയ്തതാണ്, പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഈ സീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ സീറ്റിംഗ് ഇവിടെ ഇടാം. അപ്പോൾ ഞങ്ങൾ 4 പേരെ ഉള്ളത്, ആ ഒരു കണക്കിലിട്ടത്. പിന്നെ വല്ലാണ്ട് അധികം നമുക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനാദ്യം ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ GAയിൽ വർക്ക് ചെയ്തത്. അപ്പോൾ GAയിൽ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനൊരു കോമൺ ഇതിൽ ഉപയോഗിച്ചു. പിന്നെ അതേപോലെ തന്നെ ആ സൈഡിലെ പോലെ തന്നെ ഈ സൈഡിലും നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇവിടെ മോളെ പുസ്തകം വെക്കും, അവിടെ മോൻ്റെ പുസ്തകങ്ങൾ വെക്കും. പിന്നെ സ്മിത്തേട്ടൻ കളക്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ സ്മിത്തേട്ടൻ്റെ ബാഗും സാധനങ്ങൾ, ഹെൽമെറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അടിയിൽ വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർക്ക് സ്ഥലം ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇവിടെ വന്നേക്കുക. അപ്പോൾ ഈ കോടയൊക്കെ കൊണ്ടുവന്ന് ഹാങ് ചെയ്ത് വെക്കും. നമ്മൾ അടുക്കളയുടെ ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. എൻ്റെ വർക്കിംഗ് ടേബിളായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഞങ്ങളുടെ വർക്കിംഗ് ഏരിയ തന്നെയാണ്. അപ്പോൾ എൻ്റെ കുറച്ച് പുസ്തകങ്ങൾ, കണ്ടന്റ് എഴുതുന്ന പുസ്തകങ്ങൾ, പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്, പിന്നെ ഇത് എൻ്റെ ഫോണിൻ്റെ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനിടയിൽ എൻ്റെ ഫോണിൽ വല്ല മ്യൂസിക് കാണോ, ലോങ് വീഡിയോ കാണോ, സിനിമ കാണോ, ഹോട്ട്സ്റ്റാറിൽ ഒക്കെ കാണുന്നത് ഇതിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു ഏരിയ ആണ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. ഇവിടെ കുട്ടികൾ അത്യാവശ്യം ഇരുന്ന് പഠിക്കും. രാത്രി വന്നു കഴിഞ്ഞാൽ അവർ ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കുക. സ്റ്റഡി ഏരിയ കൊടുത്തിട്ടില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഏരിയ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഞാൻ എവിടെയാണോ അതിൻ്റെ പിന്നാലെയാണ് ഇവരുന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ പിന്നാലെ പുസ്തകവും സാധനങ്ങളും താങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ നല്ല സമാധാനമാണ്. കാരണം എന്താ വെച്ചാൽ ഇവരിവിടെ ഇരുന്ന് സുഖമായിട്ട് പഠിക്കും, ഞാനവിടെ എൻ്റെ രാത്രിയിലത്തെ പണികളൊക്കെ ചെയ്യും. അപ്പോൾ പാത്രം കഴുകുക, നമുക്ക് അത്യാവശ്യം പണികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗം വരിക കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഫുൾ പഠിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കും. പിന്നെ എനിക്ക് തോന്നുന്നു സാധാരണ വീടുകളിൽ ഡൈനിങ് ടേബിളൊക്കെ തന്നെയായിരിക്കും കുട്ടികൾ ഇരുന്ന് പഠിക്കുക. സ്റ്റഡി ഏരിയ എന്ന് പറഞ്ഞാൽ റൂമിൽ പോയിരുന്ന് പഠിക്കുന്നത് ഭയങ്കര കുറവാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് റൂമിൻ്റെ ഉള്ളിലിരുന്ന് പഠിക്കുന്ന കാര്യത്തിനോട് എനിക്ക് താല്പര്യമില്ല. അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല ഓപ്പൺ എയറിലൊക്കെ ഇരുന്ന് പഠിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവർ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ ഇതിപ്പോൾ എന്താ വെച്ചാൽ പഠിച്ചു കഴിഞ്ഞ പുസ്തകം അങ്ങനെ തന്നെ എടുത്ത് വെക്കും, ഇവിടെ തന്നെ ഇട്ടിട്ട് പോയില്ല. കാരണം ഇനി ഇത് അടുത്ത ഷിഫ്റ്റിനുള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനോ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ തന്നെയാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് വലിച്ചു വാരി പുസ്തകം കിട്ടലില്ല. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ഒതുക്കി വെക്കും. ബട്ട് അങ്ങനെയല്ല, ഡൈനിങ് ടേബിൾ ഫുൾ പുസ്തകങ്ങൾ കിടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എത്ര പറഞ്ഞാലും ഒതുക്കി വെക്കില്ല. കാരണം നമ്മളവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യില്ല. അതേപോലെ തന്നെ ഇവരത് ഫുള്ള് പരത്തി അവിടെ എടുക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് നമ്മുടെ ഡൈനിങ് ടേബിളാണ്, സ്റ്റഡി ടേബിളാണ്, എല്ലാം ആണ്. എനിക്ക് തോന്നുന്നു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ മിക്ക സ്ഥലത്തും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള ടീംസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടിയും അവരുടേതായ കാര്യങ്ങൾക്ക് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും, നമ്മളെ പോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. കാരണം ഞാൻ ജോലിക്ക് പോയിരുന്ന സമയത്ത് ഇവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ പുസ്തകം കൊണ്ട് എൻ്റെ പിന്നാലെ നടക്കല അവരെ പണി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും വീട് പണിയുന്ന സമയത്ത് ഇങ്ങനെ എന്തായാലും സെറ്റ് ചെയ്യണമെന്ന്. എൻ്റെ ഒരു ഇത് പ്രകാരം ഈ മിക്സിയുടെ ഇവിടേക്കാണ് എൻ്റെ ഒരു അടുക്കള എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഏരിയ ആയിട്ടാണ് ഞാൻ ഈ അടുക്കളനെ കാണുന്നത്. കാരണം നമ്മുടെ സ്റ്റഡി ഏരിയ, എൻ്റെ വർക്കിംഗ് ഏരിയ, ഭക്ഷണം ഉണ്ടാക്കുന്നത്, അങ്ങനെ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നത്, അങ്ങനെ എല്ലാം നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അടുക്കള നമ്മൾ ഇവിടെ നിന്നാണ്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ സിങ്കിൽ പാത്രം കഴുകി ആ പാത്രം എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണം പാകം ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഞാൻ വെജിറ്റബിൾസ് അരിയാം. അപ്പോൾ വെജിറ്റബിൾസ് അരിയുമ്പോഴാണെങ്കിലും ഒരു നോട്ടം വരും. അപ്പോൾ നമുക്ക് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് വെജിറ്റബിൾസ് അരിയാൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡാണല്ലോ. പിന്നെ അതേപോലെ തന്നെ പാത്രം കഴുകിയിട്ട് നമുക്ക് സിങ്കിലേക്ക് വെക്കാം. അങ്ങനെ അപ്പോൾ ഞാനെങ്ങനെയാ വെച്ചാൽ പാത്രം കഴുകി ഇങ്ങനെയാണ് സിങ്കിലേക്ക് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കുറേ പേര് പറഞ്ഞൊരു അഭിപ്രായങ്ങളുണ്ട്. പാറ്റ കയറില്ലേ, പല്ലി കയറില്ലേ, പിന്നെന്താ എലി കയറില്ലേ, അങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞു. പാറ്റയ്ക്കും പല്ലിക്കും എലിക്കും ഇരിക്കണമെങ്കിൽ ഒരു പൊത്ത് വേണം, അതിൻ്റെ ഉള്ളിൽ ഒരു ഇരുട്ടുണ്ടാവണം, എങ്കിലാണ് ഈ വക സാധനങ്ങൾ കയറുക. അതുകൊണ്ടാണ് മോഡുലാർ കിച്ചണിലൊക്കെ നിറച്ച് പാറ്റയും പല്ലിയും കയറി കുത്തിരിക്കണത് കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ പാറ്റയും പല്ലിയും എലിയും ഇതുവരെ കയറിയിട്ടില്ല. ഇനി എലി അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരുമെന്ന് അറിയില്ല. ഞാൻ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത് ടെറസ് വീട്ടിലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിക്ക് എലി വരാറുണ്ട്. പക്ഷെ ഇന്ന് ഈ സമയം വരെ ഇതുവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് എലി വന്നിട്ടില്ല. 1 വർഷം ആയിട്ടില്ല ഞങ്ങൾ താമസിച്ചിട്ട്. അപ്പോൾ 1 വർഷം ആയതിനു ശേഷം ഞാൻ അഭിപ്രായം പറയാം. നാളത്തെ കാര്യം എനിക്കറിയില്ല.
അപ്പോൾ എലിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് വരാം. പക്ഷേ ഇതുവരെ എലി വന്നിട്ടില്ല. എലി മാത്രമല്ല പൂച്ചയും വരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. പേടിച്ചിട്ടാണോ എന്താണെന്നറിയില്ല. ഭയങ്കര ഓപ്പൺ ആയിട്ടിരിക്കുന്നതുകൊണ്ട് പൂച്ചയ്ക്ക് ഇതൊരു വീടായിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണോ അതും എനിക്കറിയില്ല. പാറ്റയും പല്ലി ഒരിക്കലും വരില്ല. കാരണം അവർക്ക് ഒരു ഇരുട്ടറ വേണം അതിൻ്റെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ. അല്ലാതെ നല്ല വെളിച്ചത്ത് അവരിങ്ങനെ വന്നിരിക്കില്ല. അപ്പോൾ അത് ചോദിച്ചവർക്കുള്ള മറുപടിയാണത്. അത് ഭയങ്കര ബോധമില്ലാത്തൊരു ക്വസ്റ്റ്യനായി പോയി. കാരണം നമ്മുടെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നതിന് കാരണം അതിൻ്റെ ഉള്ളിൽ ഇരുട്ടും വേസ്റ്റും സാധനങ്ങളൊക്കെ നിറയുന്നത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ എൻ്റെ ഇഷ്ടം അതല്ലാത്തത് കൊണ്ട് അത് ചെയ്തില്ല. അതിന് കുറച്ച് കഴിയുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം, ഉറപ്പായിട്ട് മാറ്റാം. അതൊന്നും എനിക്കറിയില്ല. പക്ഷേ എവിടെ പോയാലും ഈ ഒരു സാധനം ഉണ്ടാവും കേട്ടോ. കാരണം ഇത് എനിക്ക് അത്രയ്ക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ എന്നോട് വേറെ കമൻറ്റിൽ കുറേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഇത്രയധികം പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ 4 ആളേ ഉള്ളൂ. പക്ഷേ ഇത് എൻ്റെ വീട്ടിലുള്ള ഫുൾ പ്ലേറ്റുകളാണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അല്ലാതെ കുറച്ച് പാത്രങ്ങൾ നമ്മൾ കബോർഡിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചു, കുറച്ച് പാത്രങ്ങൾ ഞാൻ എന്നും ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ല ഇതിൽ. പക്ഷേ എൻ്റെ വീട്ടിൽ എത്ര പാത്രങ്ങളുണ്ടോ അത് ഫുള്ളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മിക്സി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ മിക്സിയൊക്കെ കഴുകി സുഖമായിട്ട് ഉണങ്ങി സിമ്പിളായിട്ട് കിട്ടും. നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് തുടയ്ക്കാനും ഇതാക്കാനും വേറെ എന്തിനേലും ഉള്ളിൽ കൊണ്ടുവയ്ക്കാനും ഒന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇതെന്നെ സംബന്ധിച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നിങ്ങൾക്കിത് ഭംഗി കുറവ് അങ്ങനെ ഞാൻ പറയണേ, ഉപയോഗത്തിന് വ്യത്യാസം എന്നല്ല ഞാൻ പറയണത്. ഭംഗി കുറവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും ഈ സെയിം സാധനം. അപ്പോൾ പാമ്പ് കയറില്ലേന്ന് ചോദിച്ചു. ഉറപ്പായിട്ടും ഹോളുണ്ട്, പാമ്പ് കയറാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. ഇതുവരെ കയറിയിട്ടില്ല. പക്ഷെ അതിനിടയിൽ നമ്മൾ എന്തായാലും നെറ്റിട്ട് കൊടുക്കും. ആദ്യം ഈ കമ്പി പോലും ഉണ്ടായിരുന്നില്ല, അത് ഇപ്പോൾ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ നെറ്റിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് ഡ്രോപ്പായിട്ട് പോകണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മസ്റ്റാണ്. അതിൻ്റെ ഇടയിൽ ഒരു ട്രേ വെക്കുന്നു, ആ ട്രേ നമ്മൾ ഒഴിച്ച് കളയുന്നു, പിന്നെ ആ ട്രേയുടെ ഉള്ളിൽ നിറച്ച് പൂപ്പലും അഴുക്കും വരുന്നു, അത് നമ്മൾ കഴുകുന്നു. കുറച്ച് ദിവസം നമ്മൾ കഴുകാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിറച്ച് പുഴു വെക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ട് മടുത്തിട്ടുള്ള കലാപരിപാടികളാണ്. അതുകൊണ്ട് ട്രേ വെക്കുന്ന കാര്യത്തിനോട് എനിക്ക് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ പാമ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ നെറ്റിട്ട് കൊടുക്കും. നെറ്റിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാറ്റയും പല്ലിയും നോക്കണ്ട. പിന്നെ കുറേ ദിവസങ്ങൾ, അതായത് ഒരു 2 ആഴ്ചയിലെ മേലെ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൽ പൊടി പിടിക്കാറുണ്ട്. അത് നമ്മൾ സോപ്പിട്ട് കഴുകിയിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. അല്ലാതെ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങൾക്ക് ഒരു കുഴപ്പം വരാറില്ല. കബോർഡിൻ്റെ ഉള്ളിലാണെങ്കിലും 2 ദിവസത്തിന് മേലെ ഇരുന്ന പാത്രങ്ങൾ സോപ്പിട്ട് കഴുകി എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ബെറ്റർ കേട്ടോ. കബോർഡ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്ക് ഇപ്പോൾ ഇഷ്ടമല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടം വരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മാറ്റും. ഞാൻ എപ്പോഴും പറയാണ്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ വേറൊരാളെ നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. പക്ഷേ എൻ്റെ ഈ അടുക്കളയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ട ഒരു ടിപ്പ് കിട്ടി എന്നുണ്ടെങ്കിൽ അതെന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരുപാട് പേര് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇഷ്ടപ്പെടാത്തവർ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ. ഓക്കെ. അടുക്കളയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ കൂടുതൽ ടൈം ആവുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞാലാണല്ലോ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ചിലർ പറയാറുണ്ട് ഭയങ്കര വലനാവാന്ന്. അപ്പോൾ അത് വലനാവ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ. എനിക്കൊരു പരാതിയും ഇല്ല. ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഐലൻഡ് എന്നാണ് പറയാന്നുണ്ടെങ്കിലും കാണുന്നവർ ഇതിന് ഡൈനിങ് ടേബിൾ എന്നാണ് വിചാരിക്കുക. അല്ല, ഡൈനിങ് ടേബിൾ എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മൂലയിലാണ് സ്റ്റൗ വെച്ചേക്കണത്. സ്റ്റൗ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഇറക്കിയിടാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, ആ സ്റ്റൗവിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ആ ഫണ്ട് താങ്ങുന്നുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലീനിങ് പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം വെച്ചാൽ അതിങ്ങനെ കട്ട് ചെയ്തിടുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ പാല് തിളച്ചതും അതും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോവും. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ചടങ്ങാണ്. അപ്പോൾ ഇതാകുമ്പോൾ ഭയങ്കര ഈസിയാണ്. സിമ്പിളായിട്ട് പൊന്തിക്കുക, തുടയ്ക്കുക. പിന്നെ ഇത് സ്റ്റീലിൻ്റെ സ്റ്റൗ ആണ്. ഈ സ്റ്റൗവിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മുന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കിയാൽ മതി. ടേബിൾ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ടേബിൾ നമ്മൾ അളന്ന് ചെയ്തതാണ്. ഗ്രാനൈറ്റ് ആണ് അതിൻ്റെ മേലെ കട്ട് ചെയ്തിട്ടേക്കണേ. സ്പേസ് കിട്ടിയത് കുടിക്കാനുള്ള വെള്ളം വെച്ചേക്കാം. ഇവിടെ എന്തെങ്കിലും ഇട്ടേക്കണേന്ന് തോന്നരുത്. ഇത് കുടിക്കാനുള്ള വെള്ളം വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ നടുഭാഗം വരുന്നത്. പിന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് എടുക്കണമെന്ന് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നോർമലി നമ്മളിപ്പോൾ ഈ സ്ലാബുമ്മേലേക്കാണ് സ്റ്റൗ വെക്കണമെന്ന് വെച്ചാൽ എൻ്റെ ഫേസ് എപ്പോഴും അങ്ങോട്ടേക്കായിരിക്കും അല്ലേ. അപ്പോൾ വീഡിയോ എപ്പോഴും ബാക്ക് സൈഡിൽ നിന്നായിരിക്കും. ആ പൊസിഷൻ മാറ്റാൻ അങ്ങനെ പറ്റാറില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം, പിന്നെ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ഇരുന്ന് പഠിക്കാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോട് ഇരുന്ന് പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞാനിവിടെ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോട് ഇരുന്ന് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്കിങ്ങനെ എല്ലാം എൻ്റെ കയ്യെത്തുന്ന ദൂരത്ത് ഉണ്ടായിരിക്കും. അതായിരുന്നു എൻ്റെ ഒരു പ്രധാന പ്രയോറിറ്റി കേട്ടോ. പിന്നെ നമ്മൾ വെച്ചേക്കണ ഒരു സംഭവം, ഈ മല്ലി മുളക് സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ട്രേ ആണ് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാറ്റയും പല്ലിന്ന് അറിയുമെന്ന് ചോദിക്കരുത്. അതിൻ്റെ ഉള്ളിലും പാറ്റയും പല്ലിന്ന് അറിയില്ല, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിതാ ഇവിടെയും തന്നെയാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇതൊരു ബോക്സിൻ്റെ ഉള്ളിൽ ഈ എന്താ പറയുക ഗോതമ്പ് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കബോർഡെല്ലാം മരം കൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കുറച്ച് മരം ബാക്കി ഉണ്ടായിരുന്നു. ഇത് പ്ലാവാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സഞ്ചിയും അടിച്ചുവാരി ചൂല അങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് വെച്ചേക്കാണ്. പിന്നെ ഇവിടെ സ്മിത്തേട്ടൻ തന്നെയാണ് ഇതിന് ഷെൽഫൊക്കെ വെച്ചത്. മരം കബോർഡ് ഉണ്ടാക്കിയ സ്മിത്തേട്ടനല്ല കേട്ടോ, നമുക്കൊരു ആശേരി ഉണ്ടായിരുന്നു, സന്തോഷം എന്നാണ് ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ തന്നെയാണ് നമുക്ക് ഈ ടേബിളും ഇതൊക്കെ ചെയ്തു തന്നെ. അയാൾ നല്ലൊരു പണിക്കാരനാണ് കേട്ടോ. എല്ലാ കാര്യം നല്ല കണ്ണിങ് ആയിട്ട് ചെയ്യും, പക്ഷെ കുറച്ച് സാവധാനത്തിലാണ് ചെയ്യാന്ന് മാത്രം. പിന്നെ അപ്പം നമ്മളിവിടെ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കണമല്ലോ, കുറച്ച് ചില്ല് പ്ലേറ്റുകളൊക്കെ അതിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് പൊട്ടാനുള്ള ചാൻസ് ഇല്ലേ. അപ്പം അതുകൊണ്ട് അതെന്തായാലും നമുക്ക് കഴുകി തുടച്ച് വെക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് നമ്മൾ കരുതിയത് കേട്ടോ. പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിളിൽ തന്നെ സെർവ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഫുഡും ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. അപ്പം നമ്മൾ മറ്റേ ബുഫേ പോലെയാണ് എല്ലാം എടുത്തിട്ടാണ് വന്നിരുന്ന് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ ഒരുമിച്ച് കൊണ്ടുവച്ചിട്ട് അങ്ങനെ കഴിക്കും. അല്ലാതെ എങ്ങനെ എടുത്ത് ഡൈനിങ് ടേബിൾ മേലേക്ക് കൊണ്ടുപോയി പിന്നെ ആ പാത്രം തിരിച്ച് കൊണ്ടുവച്ച് പിന്നെ ആ പാത്രങ്ങൾ കഴുകി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ആ പരിപാടിയൊന്നും നമ്മുടെ കയ്യിലില്ല. ഇങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ നമ്മളിവിടെ കൊണ്ടുവയ്ക്കും. പിന്നെ നമ്മുടെ വാക്വം ക്ലീനർ ഇതിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ കൊട്ടയിൽ പറഞ്ഞ പോലെ സിഗരറ്റ് ലൈറ്റ്, ചന്ദനത്തിരി, പിന്നെ കൊതുപൂണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവയ്ക്കും. പിന്നെ നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സ്, അങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ എങ്ങനെയാലും അറേഞ്ച് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ, അതൊക്കെ ഇവിടെ എടുത്ത് വെച്ചേക്കാണ്. പിന്നെ ഇത് എൻ്റെ സ്റ്റിച്ചിങ് മെഷീനാണ്. അപ്പോൾ നമുക്ക് തുന്നാനുള്ള പെട്ടെന്ന് എടുക്കാൻ. പിന്നെ നമ്മുടെ ഓവനാണ്. ഇതെൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സംഭവം. ഈ ഒരു ഏരിയ നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ വെച്ചേക്കുന്നത് ഗ്രാനൈറ്റ് തന്നെയാണ്. ഇതിന് വാങ്ങിച്ച ഗ്രാനൈറ്റിൽ ബാക്കി പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെയും ഒക്കെ ഗ്രാനൈറ്റ് പീസാണ് ഇട്ടേക്കണേ. പിന്നെ 2 ഷെൽഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ പോലെ ഷെൽഫ് വന്നാൽ പിന്നെ എന്തായാലും ഉറപ്പാണല്ലോ, അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കച്ചറ കൊണ്ട് നിറയ്ക്കും. അപ്പം അങ്ങനെ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് വെച്ചേക്കണ സ്ഥലം. ഫ്രിഡ്ജ് ഇവിടെയാണ് വെച്ചേക്കണത്. ഫാന് നോക്കണ്ട, ഫാൻ നടക്കുന്ന ഫാനാണ്, എല്ലായിടത്തേക്കും സഞ്ചരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അടുക്കളയ്ക്ക് 3 ഡോർ ഉണ്ട് കേട്ടോ. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ഇരുട്ടാവും, നിങ്ങൾക്ക് കാണില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് അടച്ചിട്ടത്. അപ്പോൾ എല്ലാവരും പറയും വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇല്ലെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ 4 പാളി തന്നെയാണ്. ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ്. അപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ. ഏതാ സിങ്ക്. പിന്നെ ഈ ഒരു ഏരിയ ഇതിങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ, അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടാണ് ശരിക്കും എൻ്റെ അടുക്കള ഭാഗമുള്ളൂ. ആ സൈഡ് അടുക്കള ഭാഗമല്ല. ആംബുലൻസ് പോണ സൗണ്ട് അത് കഴിയട്ടെ എന്നിട്ട് പറയാം. അപ്പോൾ അടുക്കള ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ചടങ്ങാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് പൊളിച്ച് മാറ്റണമെങ്കിൽ മാറ്റി വേറെ ചെയ്യാനും പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം കാശിന് കിട്ടും. അതിൽ വലിയ നഷ്ടമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓപ്പൺ ആയിട്ടിരിക്കുന്നതിൻ്റെ ഒരു ഭംഗി കുറവുണ്ട്, പക്ഷെ അവിടെ വൃത്തികേട് വരില്ല. പാറ്റ, പല്ലി അങ്ങനെയുള്ള ആൾക്കാരൊന്നും വരില്ല. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ്. പിന്നെ അടുക്കള ക്ലീൻ ചെയ്യുന്ന ദിവസം അത്യാവശ്യം നല്ലൊരു ചടങ്ങാണ് എനിക്ക്. കാരണം എല്ലാവരും കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്യേണ്ടി വരാറുണ്ട്. എല്ലാം മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഒരു ചക്രാണ് നമ്മൾ പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയി അടച്ചു വയ്ക്കുക. അപ്പോൾ ഇതിനെ ഫുള്ള് പുറത്ത് കൊണ്ടുപോയിട്ട് മൊത്തം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഉള്ളിലേക്ക് കയറ്റുക. അപ്പോൾ ഇത്തിരി പണി കൂടുതലുണ്ട്, പക്ഷെ എന്നാലും എപ്പോഴും വൃത്തിയായിട്ടിരിക്കും. പാറ്റയും പല്ലൊന്നും തിന്നേൻ്റെ ബാക്കി തിന്നേണ്ടി വരില്ല. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മുടെ ചാനൽ ഇതുപോലെ ഒരു 1, 2, 3, 4, 5 നല്ല ഓപ്പൺ ആയിട്ട് തന്നെയാണ് എടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചവും ഒക്കെ വരും കേട്ടോ. ഇതിൽ കൂടി നല്ല കാറ്റും വെളിച്ചം വരും. ഇടയ്ക്ക് കാറ്റടിക്കുമ്പോൾ സ്റ്റവ് കിടുന്നൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ കർട്ടൻ ഇടുക ചെയ്യുക. ഈ സൈഡിൽ നിന്നാണ് മിക്കതും കാറ്റ് വരുന്നത്. അപ്പോൾ ആ സൈഡൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സൈഡും അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള. എൻ്റെ അടുക്കള പോലെ വേറൊരു അടുക്കള നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, അതെനിക്ക് ഷുവറാണ്. ഭംഗി ഇഷ്ടപ്പെടുന്ന ആർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണില്ല. അപ്പോൾ എനിക്ക് അടുക്കളയില്ലാന്ന് വിചാരിക്കുക, ഒരു വർക്ക് ഏരിയ മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം എൻ്റെ അടുക്കള എങ്ങനെയാണ് നിങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി. ആരെങ്കിലും വന്നിട്ട് ഹായ് സൂപ്പർ എന്ന് പറഞ്ഞ് പോണേക്കാളും ആ വീട്ടിൽ ജീവിക്കുന്ന നമുക്കത് കംഫർട്ടായിട്ടിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര
ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തത്. അപ്പോൾ എവിടെയും കണ്ട പോലെയല്ല നമ്മൾ ചെയ്തേക്കണത്. നമുക്ക് എന്താണോ ആവശ്യം അതാണ് നമ്മൾ ചെയ്തേക്കണേ. അതേപോലെ തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ അടുക്കളയ്ക്ക് 3ാമത്തെ എൻട്രിയാണ് ഇത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മെയിൻ ഡോറിൽ നിന്ന് നമ്മൾ കയറി വന്നാൽ പിന്നെ ഇങ്ങനെ നേരെ പോവുകയാണ് ചെയ്യുക. ഇവിടെ നമ്മളൊരു കൊതുവിൻ്റെ നെറ്റാണ് വെച്ചേക്കണത് കേട്ടോ. ഒരു നെറ്റ് ഡോറ് തൽക്കാലം വെച്ചു എന്നുള്ളൂ. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് എന്തെങ്കിലും ഒരു സാധനം എൻ്റെ അടുക്കളയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം. നമ്മുടെ ഒരു സ്വഭാവം അതിനാണ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പോൾ ഞങ്ങളുടെ 4 പേരുടെ ഒരു സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പോൾ എന്തായാലും അത് കമൻറ്റിൽ പറയുക. നമ്മുടെ അടുക്കള ഇതാണ്, നമ്മുടെ കിച്ചൺ ടൂർ ഇന്നത്തെ. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു ചേച്ചി കിച്ചൺ ടൂർ ഒന്ന് കാണിക്കുമെന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണിത് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.